കേരളം ലോകത്തിന് മാതൃകയായി ഉയർത്തിക്കാട്ടുന്ന കേരള മോഡൽ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളിൽ ഒന്നാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംവിധാനം. പ്രായമായവർ, വികലാംഗർ, വിധവകൾ, അവിവാഹിതരായ സ്ത്രീകൾ തുടങ്ങിയവർക്ക് മാന്യമായ ജീവിതം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ മുൻഗണന നൽകുന്ന ഒന്നാണ്. ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ പ്രഖ്യാപനം ഈ പശ്ചാത്തലത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഫെബ്രുവരി 25 മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം 62 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 1050 കോടി രൂപയാണ് ഇതിനായി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ഓരോ ഗുണഭോക്താവിനും 2000 രൂപ വീതമാണ് ലഭിക്കുക. വിതരണ രീതിയിൽ സുതാര്യത ഉറപ്പാക്കാൻ 2 മാർഗങ്ങളാണ് സർക്കാർ അവലംബിക്കുന്നത്. 26.62 ലക്ഷം പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക എത്തും. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ നേരിട്ട് പണം വാങ്ങാൻ താല്പര്യമുള്ളവർക്കോ സഹകരണ ബാങ്ക് ജീവനക്കാർ വീട്ടിലെത്തി തുക കൈമാറും. ഇത് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വയോധികർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും ഉൾപ്പെടുന്നുണ്ട്. ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം ഏകദേശം 8.46 ലക്ഷം ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര വിഹിതം ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം വഴി ലഭിക്കേണ്ട ഈ തുക പലപ്പോഴും വൈകുന്നതായി സംസ്ഥാന സർക്കാർ പരാതിപ്പെടുന്നു. ഗുണഭോക്താക്കൾക്ക് തുക ലഭിക്കാൻ കാലതാമസം ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെ കേന്ദ്രം നൽകേണ്ട 24.21 കോടി രൂപ സംസ്ഥാന സർക്കാർ സ്വന്തം ഖജനാവിൽ നിന്ന് മുൻകൂറായി അനുവദിച്ചിരിക്കുകയാണ്. കേന്ദ്രവിഹിതം എത്തുമ്പോൾ ഇത് ക്രമീകരിക്കുമെങ്കിലും പാവപ്പെട്ടവരുടെ കൈകളിൽ കൃത്യസമയത്ത് പണം എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനം നടത്തുന്ന ഈ ഇടപെടൽ ശ്രദ്ധേയമാണ്. കേരളത്തിലെ ക്ഷേമ പെൻഷന്റെ ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുകയിൽ വലിയ വർധനവ് ഉണ്ടായതായി കാണാം. UDF സർക്കാരിന്റെ കാലത്ത് 600 രൂപയായിരുന്ന പെൻഷൻ തുക ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഘട്ടം ഘട്ടമായി ഉയർത്തിയിരുന്നു. UDF കാലം 2011 മുതൽ 16 വരെ അന്ന് ആകെ വിതരണം ചെയ്തത് 9011 കോടി രൂപയാണ്. ഒന്നാം പിണറായി സർക്കാർ 2016 മുതൽ 21 വരെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും കുടിശ്ശികകൾ തീർക്കുകയും ചെയ്തതിലൂടെ 35,154 കോടി രൂപ വിതരണം ചെയ്തു. നിലവിലെ സർക്കാർ അധികാരമേറ്റ ശേഷം ഇതുവരെ 49,433.83 കോടി രൂപയാണ് പെൻഷൻ ഇനത്തിൽ നൽകിയത്. പ്രതിമാസം 2000 രൂപ എന്ന നിലയിലേക്ക് പെൻഷൻ എത്തിയത് സാധാരണക്കാരായ വയോധികർക്ക് മരുന്നിനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കും വലിയ തൂണായി മാറുന്നു. പ്രതിവർഷം ഏകദേശം 14,500 കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്കായി മാത്രം കേരളത്തിന് ആവശ്യമായി വരുന്നത്. കേരളം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴും ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കാൻ സർക്കാർ വലിയ പരിശ്രമമാണ് നടത്തുന്നത്. വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിലും ഇതിനാവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണങ്ങളും GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതും സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും സാമൂഹ്യ സുരക്ഷാ മുൻഗണനകളിൽ മാറ്റം വരുത്തില്ലെന്ന് ധനമന്ത്രി വ്യക്തമാക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമാക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ വിജയമാണ്. പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ മുറ തെറ്റാതെ വിതരണം എന്ന നയം സർക്കാരിനെ സഹായിക്കും. അതേസമയം വൻതോതിലുള്ള കടമെടുപ്പ് വഴി പെൻഷൻ നൽകുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് ബാധ്യതയാകുമെന്ന വിമർശനവും സാമ്പത്തിക വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളുടെ ഏക ആശ്രയമാണ് ഈ ക്ഷേമ പെൻഷൻ. വെറും ഒരു ധനസഹായം എന്നതിലുപരി വയോധികർക്കും അവശത അനുഭവിക്കുന്നവർക്കും സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു സുരക്ഷാ കവചമാണിത്. കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും നിലനിൽക്കുമ്പോഴും 62 ലക്ഷം പേരുടെ അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം എത്തുന്നത് സംസ്ഥാനത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ തെളിവാണ്. ഇത്തരത്തിൽ പെൻഷൻ കൃത്യസമയത്ത് വിതരണം ചെയ്യുന്നത് വിപണിയിൽ പണലഭ്യത വർദ്ധിപ്പിക്കാനും പ്രാദേശിക സമ്പദ്വ്യവസ്ഥ ചലിപ്പിക്കാനും സഹായിക്കും. വരും വർഷങ്ങളിൽ ഈ തുക വർദ്ധിപ്പിക്കുമോ അതോ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഇതേപടി തുടരുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. കേരളത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഉയർന്ന കടബാധ്യതയും പരിമിതമായ വരുമാന സ്രോതസ്സുകളും സംസ്ഥാനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ഇതിന്റെ പ്രധാന വശങ്ങൾ ഇവയാണ്. സംസ്ഥാനത്തിന്റെ ആകെ കടം 4 ലക്ഷം കോടി രൂപ കടന്നിരിക്കുകയാണ്. ആഭ്യന്തര ഉൽപാദനത്തിന്റെ വലിയൊരു ശതമാനം കടമായി നിലനിൽക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്നു. ശമ്പളം, പെൻഷൻ, പലിശ തിരിച്ചടവ് എന്നിവയ്ക്കായി മാത്രം റവന്യൂ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ചിലവാക്കേണ്ടി വരുന്നത് വികസന പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നത് പ്രയാസകരമാക്കുന്നു. കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതും GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതും കേരളത്തെ കാര്യമായി ബാധിച്ചു. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതത്തിൽ കുറവുണ്ടായതായി സംസ്ഥാനം ആരോപിക്കുമ്പോൾ സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്ന നിലപാടിലാണ് കേന്ദ്രം. ഇത് സുപ്രീം കോടതി വരെ എത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴിമാറി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നികുതി പിരിവ് ഊർജിതമാക്കാനും മദ്യത്തിനും പെട്രോളിനും അധിക സെസ് ഏർപ്പെടുത്താനും സർക്കാർ തയ്യാറായി. എങ്കിലും കിഫ്ബി പോലുള്ള സംവിധാനങ്ങൾ വഴിയുള്ള കടമെടുപ്പ് കേന്ദ്രം സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയും ചെയ്തു. പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പെൻഷനുകൾ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ചിലവുകൾ എന്നിവയിൽ കുറവ് വരുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല. ക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്തുന്നതും അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കുന്നതും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് വരും വർഷങ്ങളിൽ കേരളം നേരിടുന്ന പ്രധാന വെല്ലുവിളി. സാമ്പത്തിക അച്ചടക്കം കർശനമാക്കുന്നതിനൊപ്പം പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടത് കേരളത്തിന്റെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ്.